ഹായ് എവരി വൺ. ഇന്ത്യ ആറ്റിക് എന്ന് പറയുന്ന 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1, പാർട്ട് 2 വീഡിയോകളിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് 2-ൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ അദ്ദേഹം കഴിച്ചുകൂട്ടിയ ഓരോ ക്രിസ്മസും അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യത്തെ ക്രിസ്മസിൽ അദ്ദേഹത്തിന് വീട്, ഫാമിലിയൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് വീട് നഷ്ടമായി, പക്ഷേ ഫാമിലി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടു, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ മറ്റു ചിലർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനത്തെ യുദ്ധം തുടങ്ങിയിട്ട് 6ാമത്തെ ക്രിസ്മസ് ആയപ്പോഴേക്കും അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ലോകത്ത് മറ്റാരെക്കാളും അദ്ദേഹം ഒറ്റപ്പെട്ടു പോയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒറ്റപ്പെടേണ്ടവനാണെന്ന്. എന്തിനാണ് അദ്ദേഹം ഒറ്റപ്പെടേണ്ടവനാണെന്ന് പറയുന്നത്? അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെടേണ്ടവനാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വരുന്നുണ്ട്. അതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പാർട്ട് 3 നമുക്ക് ബാക്കി നോക്കാം. ഓൺ 14th January, unusual noises in the building and the street outside woke me. എന്താണ് അദ്ദേഹം പറയുന്നത്? ഓൺ 14th January, ജനുവരി 14-ന് അൺയൂഷ്വൽ നോയ്സസ്, അസാധാരണമായ ശബ്ദങ്ങൾ, ഇൻ ദ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ നിന്നും, ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്, പുറത്തു നിന്നുള്ള തെരുവിൽ നിന്നും ഉള്ള അസാധാരണമായിട്ടുള്ള ശബ്ദങ്ങൾ വോക്ക് മീ, എന്നെ ഉണർത്തി. അപ്പൊ ജനുവരി 14-ന് അദ്ദേഹം ഉണരാനുള്ള കാരണം അദ്ദേഹം നിൽക്കുന്ന ബിൽഡിങ്ങിൽ നിന്നും അതുപോലെ പുറത്ത് സ്ട്രീറ്റിൽ നിന്നും അസാധാരണമായ ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഉണർന്നത്. സോൾജിയേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ് and I heard agitated nervous voices. എന്താണ് അദ്ദേഹം കേട്ട അസാധാരണമായ ശബ്ദങ്ങൾ? സോൾജിയേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ. സോൾജിയേഴ്സ്, പട്ടാളക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? റാൻ അപ്പ് ആൻഡ് ഡൗൺ, താഴേക്കും മുകളിലേക്കും അവർ ഓടുന്നുണ്ട്. ദ സ്റ്റേഴ്സ്, കോണിപ്പടികളിലൂടെ. ആൻഡ് ഐ ഹേർഡ്, ഞാൻ കേട്ടു. അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തരായ അല്ലെങ്കിൽ അസ്വസ്ഥരായ, നെർവസ് പേടിച്ച വോയിസസ്, ആൾക്കാരുടെ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ജനുവരി 14-ന് ആൾക്കാർ പേടിച്ചുകൊണ്ടും പരിഭ്രാന്തരായിക്കൊണ്ടും സംസാരിക്കുന്ന ശബ്ദം അദ്ദേഹം കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ പട്ടാളക്കാർ മുകളിലോട്ടും താഴേക്കും ഓടുന്ന ശബ്ദവും അദ്ദേഹം കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉണരല്. Early in the morning of 15th January, the sound of artillery from the previously silent front was heard. അദ്ദേഹം പറയാണ്, ഏർലി ഇൻ ദ മോർണിംഗ്, അതിരാവിലെ, ഓഫ് 15th January, ജനുവരി 15-ന് അതിരാവിലെ, ദ സൗണ്ട് ഓഫ് ആർട്ടിലറി, വെടിക്കോപ്പുകളുടെ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ശബ്ദം, വെടിവെക്കുന്ന തോക്കുകളുടെ ശബ്ദം, ഫ്രം ദി പ്രീവിയസ്ലി സൈലന്റ് ഫ്രണ്ട്, പ്രീവിയസ്ലി മുമ്പ്, സൈലന്റ് നിശബ്ദമായിരുന്ന ഫ്രണ്ട് മുൻഭാഗത്തു നിന്നും, വാസ് ഹേർഡ് അദ്ദേഹം കേട്ടു. ജനുവരി 15-ന് അതിരാവിലെ ഇത്രയും നേരം സൈലന്റ് ആയിരുന്ന, നിശബ്ദമായിരുന്ന അദ്ദേഹം നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ മുൻഭാഗത്തു നിന്നും അദ്ദേഹം എന്താണ്? വെടിയൊച്ചകൾ കേൾക്കുകയാണ്. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷുക്ക് അണ്ടർ ദ കോൺസ്റ്റന്റ് ഡൾ തണ്ടർ. അദ്ദേഹം പറയാണ്, ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ്, അവിടെ നിലവും അതുപോലെ ചുമരുകളും, ഓഫ് ദ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ, ഷുക്ക്, അതൊക്കെ തരിക്കുന്നുണ്ടായിരുന്നു. അണ്ടർ ദ കോൺസ്റ്റന്റ് ഡൾ തണ്ടർ, അണ്ടർ എന്ത് കാരണമായിട്ടാണ്? ദ കോൺസ്റ്റന്റ് നിർത്താതെയുള്ള, ഡൾ തണ്ടർ ഇടിയുടെ ആഘാതം. ഇടി എന്ന് പറയുന്നത് വെടിയൊച്ചകളെയാണ്. ഇടിവെട്ടുന്ന പോലെയുള്ള വെടിയൊച്ചകളുടെ ശബ്ദം കാരണം അദ്ദേഹം നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ നിലവും ചുമരുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? തരിക്കുന്നുണ്ടായിരുന്നു, വിറക്കുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 hours later, the heavy artillery fire died down again. അദ്ദേഹം പറയാണ്, 3 hours later, 3 മണിക്കൂറുകൾക്ക് ശേഷം, ദ ഹെവി ആർട്ടിലറി ഫയർ, ആ കഠിനമായ ഭയങ്കരമായിട്ടുള്ള ആ വെടിവെപ്പിന്റെ ശബ്ദം ഉണ്ടല്ലോ. ആർട്ടിലറി ഫയർ എന്ന് പറഞ്ഞാൽ വെടിക്കോപ്പുകൾ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ വെടിവെച്ചകൾ. ഡൈഡ് ഡൗൺ, അത് അവസാനിച്ചു, അഗൈൻ, വീണ്ടും. അപ്പൊ 3 മണിക്കൂർ നേരം ആ വെടിവെപ്പ് നീണ്ടു നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നതിന് ശേഷം അത് അവസാനിച്ചു. പക്ഷേ എങ്കിലും, ഐ വാസ് ആസ് നെർവസ്, ഞാൻ വളരെയധികം പേടിച്ചിരുന്നു, എസ് എവർ, മുമ്പത്തേക്കാൾ കൂടുതൽ. അപ്പൊ ഇതുവരെ ഞാൻ പേടിച്ചതിനേക്കാൾ കൂടുതൽ പേടി എനിക്കുണ്ടായിരുന്നു. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ്, ഞാൻ ഉറങ്ങിയില്ല. അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്, ആ രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രാത്രി മുഴുവൻ ഉറങ്ങാൻ സാധിക്കാതിരുന്നത്? ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെന്റ് ആൻഡ് ഐ കുഡ് ബി കിൽഡ്. അദ്ദേഹം പറയാണ്, ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, തെരുവ് യുദ്ധം, തെരുവിൽ നിന്ന് പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് യുദ്ധം ചെയ്യുന്നത്, വുഡ് ബിഗിൻ, അത് തുടങ്ങുമായിരുന്നു, അറ്റ് എനി മൊമെന്റ്, ഏത് നിമിഷവും, ആൻഡ് ഐ കുഡ് ബി കിൽഡ്, ഞാൻ കൊല്ലപ്പെട്ടേക്കാം. അപ്പോ വീണ്ടും നേരത്തെ സംഭവിച്ച പോലെ വീണ്ടും എന്ത് ചെയ്യും? പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള എന്റെ പേടിയിൽ ആ രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. The night passed peacefully. Around 1 o'clock, I heard the remaining Germans leaving the building. The night, ആ രാത്രി, പാസ്ഡ്, കടന്നുപോയി, പീസ്ഫുള്ളി, സമാധാനത്തോടു കൂടെ. അപ്പൊ ആ രാത്രി പിന്നീട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, സമാധാനത്തോടു കൂടി കടന്നുപോയി.
അറൌണ്ട് 1 o'clock, ഏകദേശം 1 മണിയോടുകൂടെ, ഐ ഹേർഡ്, ഞാൻ കേട്ടു, ദ റിമൈനിങ് ജർമ്മൻസ്, അവിടെ ബാക്കിയുണ്ടായിരുന്ന ജർമ്മൻകാര്, ലീവിംഗ് ദ ബിൽഡിംഗ്, ആ ബിൽഡിംഗ് വിട്ടുപോകുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ രാത്രി 1 മണിയോടുകൂടി അവിടെ ബാക്കിയുണ്ടായിരുന്ന ജർമ്മൻ പട്ടാളക്കാര് ആ ബിൽഡിംഗ് വിട്ടുപോകുന്ന ശബ്ദം ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ, നിശബ്ദമായി. അപ്പൊ ബാക്കിയുള്ള ജർമ്മൻ പട്ടാളവും ആ ബിൽഡിംഗ് വിട്ടു പോയതിനു ശേഷം അവിടെ ആകെ സൈലന്റ് ആയിരുന്നു, നിശബ്ദമായിരുന്നു. ഐ കുഡ് നോട്ട് ഇവൻ ഹിയർ, എനിക്ക് കേൾക്കാൻ പോലും കഴിഞ്ഞില്ല. ദ സ്റ്റെപ്സ് ഓഫ് ദി ഗാർഡ്സ്, പട്ടാളക്കാരുടെ കാലൊച്ചകൾ, കാലടിയുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് പുറത്തു പോലും. അപ്പോൾ ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ജർമ്മൻ പട്ടാളവും പോയപ്പോൾ പിന്നീട് അവിടെ ഒരു പട്ടാളക്കാരുടെ കാലൊച്ചകളും അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. നോട്ട് അൺടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ, ഏതുവരെയാണ്? നോട്ട്, ഏതുവരെയാണ് കേൾക്കാത്തത്? അൺടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദി നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസത്തിന്റെ അതിരാവിലെയുള്ള സമയം, അതായത് പിറ്റേ ദിവസം രാവിലെ വരെ പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ സാധിച്ചില്ല. വാസ് ദ സൈലൻസ്, നിശബ്ദമായിരുന്നു. ബ്രോക്കൺ, ആ നിശബ്ദത തകർന്നു. ബൈ എ ലൗഡ് ആൻഡ് റെസണന്റ് നോയ്സ്, എന്തുകൊണ്ടാണ് ആ നിശബ്ദത തകർന്നത്? ബൈ എ ലൗഡ് ആൻഡ് റെസണന്റ് നോയ്സ്, വലിയ ശബ്ദത്തിലുള്ള, ഉച്ചത്തിലുള്ള, ക്ലിയർ ആയിട്ടുള്ള ശബ്ദം കാരണമായിട്ട്. ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്ടഡ്, ആ ശബ്ദമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോ പിറ്റേ ദിവസം രാവിലെ വരെ അവിടെ പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ ആയപ്പോൾ ഒരു ശബ്ദം ഉണ്ടായി. ഞാൻ ഏറെ കൊതിച്ച, ഞാൻ പ്രതീക്ഷിച്ച ഒരു ശബ്ദം അവിടെ വന്നു. എന്താണ് ആ ശബ്ദം? നമുക്ക് നോക്കാം. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവെയർ നിയർബൈ were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ്, റേഡിയോ ലൗഡ് സ്പീക്കറുകൾ, വലിയ വലിയ കാഹളങ്ങൾ സെറ്റപ്പ്, സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. സംവെയർ നിയർ ബൈ, തൊട്ടടുത്ത് എവിടെയോ വലിയ ലൗഡ് സ്പീക്കേഴ്സ് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. വേർ ബ്രോഡ്കാസ്റ്റിംഗ്, അതിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അനൗൺസ്മെന്റുകൾ. എന്താണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്? നമ്മുടെ പട്ടാളക്കാരുടെ വാഹനത്തിൽ ഉണ്ടാകുന്ന പോലെയുള്ള ലൗഡ് സ്പീക്കറുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ലൗഡ് സ്പീക്കറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇൻ പോളിഷ് ഭാഷയിലാണ് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പൊ പോളണ്ടിലെ ഭാഷയായിട്ടുള്ള പോളിഷിൽ അവിടെ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് അനൗൺസ് ചെയ്യാണ്. എന്താണ് അതിൽ അനൗൺസ് ചെയ്യുന്നത്? ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി, ജർമ്മനിയുടെ തോൽവി. ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ തോൽവി, അവർ തോറ്റു പിന്മാറിയിട്ടുണ്ട്, ജർമ്മനി തോറ്റു പിന്മാറിയിട്ടുണ്ട് എന്നുള്ള അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ എന്ന് പറയുന്ന ഈ പോളണ്ടിന്റെ തലസ്ഥാനമായിട്ടുള്ള ഈ ഒരു നഗരം ലിബറേഷൻ, സ്വതന്ത്രമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അനൗൺസ്മെന്റും ലൗഡ് സ്പീക്കറിലൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ വരെ ശബ്ദങ്ങളൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ ശബ്ദമുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ശബ്ദം ഞാൻ ഏറെ കൊതിച്ച, ഞാൻ പ്രതീക്ഷിച്ചൊരു ശബ്ദമായിരുന്നു. അതെന്താണ്? ലൗഡ് സ്പീക്കറിലൂടെ ജർമ്മൻ പട്ടാളം തോറ്റു പിന്മാറിയെന്നും നമ്മുടെ വാർസോ എന്ന് പറയുന്ന ഈ നഗരം സ്വതന്ത്രമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു അതിലൂടെ വന്നത്. ദ ജർമൻസ് ഹാഡ് വിത്ഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. ജർമൻസ്, ആ ജർമ്മൻ പട്ടാളക്കാരുണ്ടല്ലോ, ഹാഡ് വിത്ഡ്രോൺ, അവർ പിൻവാങ്ങിയിരുന്നു. വിത്തൗട്ട് എ ഫൈറ്റ്, ഒരു പോരാട്ടത്തിനൊന്നും നിൽക്കാതെ, ഒരു ഫൈറ്റിനൊന്നും നിൽക്കാതെ അവർ രാത്രി 1 മണിയോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്, ആസ് സൂൺ ആസ്, ഉടനെ തന്നെ, ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്, പ്രകാശം വരാൻ തുടങ്ങിയ ഉടനെ തന്നെ, അതായത് നേരം വെളുത്ത് സൂര്യനുദിച്ച് പ്രകാശം വരാൻ തുടങ്ങിയ ഉടനെ തന്നെ, ഐ പ്രിപ്പയർഡ്, ഞാൻ തയ്യാറായി, ഫിവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്, ഫിവറിഷ്ലി പരിഭ്രമിച്ചുകൊണ്ട്, അല്പം ഭയമുണ്ടെങ്കിൽ പോലും, ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്, എന്റെ ആദ്യത്തെ വെഞ്ചർ ഔട്ട്, പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ യുദ്ധം തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ ആഴ്ചകളായിട്ട് ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തി, അതിനുവേണ്ടി തയ്യാറായി. My officer had left me a German military overcoat to keep me from freezing. My officer, എന്നെ സഹായിച്ച എൻ്റെ ആ ഓഫീസർ ഉണ്ടല്ലോ, ആ ജർമ്മൻ പട്ടാളത്തിൽപ്പെട്ട ഓഫീസർ ഉണ്ടല്ലോ, ഹാഡ് ലെഫ്റ്റ് മീ, അദ്ദേഹം എനിക്ക് വേണ്ടി തന്നിട്ട് പോയിരുന്നു. എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട്, ജർമ്മൻ മിലിറ്ററി ഉപയോഗിക്കുന്ന ഒരു ഓവർകോട്ട്, ഒരു ജാക്കറ്റ് അദ്ദേഹം എനിക്ക് വേണ്ടി തന്നിരുന്നു. എന്തിനാണ്? ടു കീപ് മീ, എന്നെ സംരക്ഷിക്കാൻ, ഫ്രം ഫ്രീസിങ്, തണുപ്പിൽ നിന്നും അല്ലെങ്കിൽ തണുത്ത് മരവിക്കുന്നതിൽ നിന്നും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി അദ്ദേഹം ജർമ്മൻ പട്ടാളം ഉപയോഗിക്കുന്ന ഒരു ഓവർകോട്ട് അദ്ദേഹം എനിക്ക് തന്നിട്ട് പോയിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമിക് ഫുട്സ്റ്റെപ്പ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ, ഞാൻ അത് ഓൾറെഡി ധരിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്ന ആ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ഞാൻ ഓൾറെഡി ധരിച്ചിട്ടുണ്ടായിരുന്നു. വെൻ, അപ്പോഴാണ്, ഞാൻ സഡൻലി ഹേർഡ്, പെട്ടെന്ന് കേട്ടത്, ദ റിതമിക് ഫുഡ് സ്റ്റെപ്സ്, താളത്തോടു കൂടിയുള്ള, റിതം എന്ന് പറഞ്ഞാൽ ഒരേ താളത്തോടു കൂടിയുള്ള, ഫുഡ് സ്റ്റെപ്പ്, കാലൊച്ചകൾ ഞാൻ കേട്ടത്, ഓഫ് ഗോഡ്സ്, പട്ടാളക്കാരുടെ, ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ, റോഡിൽ വീണ്ടും ഞാൻ അങ്ങനെയുള്ള കാലൊച്ചകൾ കേട്ടു. അപ്പൊ റോഡിലൂടെ പട്ടാളക്കാര് റൂട്ട് മാർച്ച് നടത്തുന്ന, പരേഡ് നടത്തുന്ന പോലെയുള്ള കാലൊച്ചകൾ, ഒരേ താളത്തിലുള്ള കാലൊച്ചകൾ ഞാൻ വീണ്ടും കേട്ടു. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും പുറത്തുനിന്ന് പട്ടാളക്കാരുടെ കാലൊച്ചകൾ കേൾക്കുകയാണ്.
അപ്പൊ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിത്ഡ്രോൺ ദെൻ. ഹാഡ് ഉണ്ടോ, ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് സോവിയറ്റ് യൂണിയന്റെയും പോളണ്ടിന്റെയും പട്ടാളക്കാർ, ട്രൂപ്സ് എന്ന സൈന്യം, വിഡ്രോൺ പിൻവാങ്ങിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം വീണ്ടും മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പൊ ജർമ്മൻകാർ തോറ്റുപോയി എന്ന് വിചാരിച്ച് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും പട്ടാളക്കാരുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണെന്ത്, സ്വന്തം നാട്ടിലെ പട്ടാളക്കാർ വീണ്ടും അവിടെ നിന്ന് പോയി ജർമ്മൻകാരനെ തിരിച്ചു വന്നു എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്. I sank on my mattress, utterly dejected, and lay there until something new came into my ears. എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ സാങ്ക്, സാങ്ക് എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി. ഓൺ മൈ മാട്രസ്, എൻ്റെ ആ ഒരു കമ്പിളി അല്ലെങ്കിൽ ആ ഒരു മെത്തയുണ്ടല്ലോ, ആ മെത്തയിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങിക്കൂടി. അറ്റർലി ഡിജക്റ്റഡ്, തീർച്ചയായിട്ടും അല്ലെങ്കിൽ മുഴുവനായിട്ടും തികച്ചും സങ്കടത്തോട് കൂടിയിട്ട്. ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ സങ്കടം. ആൻഡ് ലേ ദർ, ഞാൻ അവിടെ കിടന്നു. അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. അണ്ടിൽ ഏതുവരെയാണ് ഞാൻ ആ കിടക്കയിൽ തന്നെ കിടന്നത്? സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയത്, കെയിം ടു മൈ ഇയേഴ്സ്, എന്റെ ചെവിയിലേക്ക് എത്തുന്നത് വരെ ഞാൻ അവിടെ തന്നെ കിടന്നു. എന്താണ് പുതിയ ശബ്ദം എന്റെ ചെവിയിലേക്ക് എത്തേണ്ടത്? ദ വോയിസസ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ. ദ വോയിസസ്, ശബ്ദങ്ങൾ, ഓഫ് വുമൺ, സ്ത്രീകളുടെയും, ആൻഡ് ചിൽഡ്രൻ, കുട്ടികളുടെയും. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ തിരിച്ചു വന്ന് എന്റെ ആ ഒരു മെത്തയിൽ തന്നെ ഞാൻ ഒതുങ്ങിക്കൂടി. പുതിയ ഒരു ശബ്ദം കേൾക്കുന്നത് വരെ ഞാൻ അവിടെ ഒതുങ്ങിക്കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നു അദ്ദേഹം കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന പുതിയ ശബ്ദം? സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദമാണ്. എന്താണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുന്നത് വരെ അദ്ദേഹം അവിടെ ഒതുങ്ങിക്കൂടാനുള്ള കാരണം? അറ്റ് ഓൾ കോസ്റ്റ്, എന്ത് വില കൊടുത്തും, ഐ ഹാഡ് ടു ഗെറ്റ്, എനിക്ക് ലഭിക്കണമായിരുന്നു, ഇൻഫർമേഷൻ, വിവരം. അപ്പോ പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഒതുങ്ങിക്കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാം യുദ്ധം അവസാനിച്ചിട്ടുണ്ട്, ജീവിതം സാധാരണ രീതിയിലായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേട്ടു തുടങ്ങിയപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദി ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്, ഞാൻ താഴേക്ക് ഓടി. പുട്ട് മൈ ഹെഡ്, ഞാൻ എൻ്റെ തലയിട്ടു. ഔട്ട് ഓഫ് ദി ഫ്രണ്ട് ഡോർ, ആ ഫ്രണ്ട് ഡോറിന്റെ പുറത്തേക്ക്. അദ്ദേഹം ഒളിച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് ഡോറിന്റെ പുറത്തേക്ക് അദ്ദേഹം ഒന്ന് തലയിട്ടു. ആൻഡ് ലുക്ക്ഡ് ഔട്ട്, അദ്ദേഹം പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. ഇറ്റ് വാസ്, അതായിരുന്നു, എ ഗ്രേ മിസ്റ്റി മോർണിംഗ്, ഒരു ഗ്രേ നിറത്തിലുള്ള, മിസ്റ്റി, മൂടൽമഞ്ഞുള്ള മോർണിംഗ്, രാവിലെയായിരുന്നു. അപ്പം മൂടൽമഞ്ഞുണ്ടത് കൊണ്ട് തന്നെ മൊത്തം ഒരു ഗ്രേ നിറമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. ടു മൈ ലെഫ്റ്റ്, എൻ്റെ ഇടതു ഭാഗത്ത്, നോട്ട് ഫോർ അവേ, അധികം ദൂരത്തല്ലാതെ, സ്റ്റുഡ്, നിൽക്കുന്നുണ്ടായിരുന്നു, എ വുമൺ സോൾജിയർ ഇൻ എ യൂണിഫോം, ഒരു യൂണിഫോം ഒക്കെ ധരിച്ചിട്ട് ഒരു വുമൺ സോൾജിയർ, ഒരു പട്ടാളക്കാരി നിൽക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഡിഫിക്കൽട്ട്, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ടു ഐഡന്റിഫൈ, തിരിച്ചറിയാൻ, അറ്റ് ദിസ് ഡിസ്റ്റൻസ്, കുറച്ച് അകലെ ആയതുകൊണ്ട്. അപ്പോൾ ആ സ്ത്രീ ധരിച്ച, ആ പട്ടാളക്കാരി ധരിച്ച യൂണിഫോം അത് ഏതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഏത് പട്ടാളമാണെന്ന് തിരിച്ചറിയാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു, കാരണം കുറച്ച് ദൂരത്തായതുകൊണ്ട്, മൂടൽ മഞ്ഞുണ്ടായതുകൊണ്ടും. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. അദ്ദേഹം പറയാണ്, എ വുമൺ, ഒരു സ്ത്രീ, വിത്ത് എ ബണ്ടിൽ, ഒരു ഭാണ്ഡവുമായിട്ട്, ഓൺ ഹെർ ബാക്ക്, അവളുടെ മുതുകിൽ, വാസ് അപ്രോച്ചിങ്, സമീപിക്കുന്നുണ്ടായിരുന്നു, ഫ്രം മൈ റൈറ്റ്, എന്റെ വലത് ഭാഗത്ത്. അപ്പൊ ഞാൻ വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ വലത് ഭാഗത്തു നിന്നും ഒരു സ്ത്രീ മുതുകിൽ ഭാണ്ഡവുമായിട്ട് എന്റെ നേരെ വരുന്നുണ്ടായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ, ആ സ്ത്രീ അടുത്തെത്തിയപ്പോൾ, ഐ വെഞ്ചേർഡ്, ഞാൻ തുനിഞ്ഞു, ടു സ്പീക്ക് ടു ഹെർ, അവളോട് സംസാരിക്കാൻ. അപ്പൊ ആ സ്ത്രീ എന്റെ അടുത്തെത്തിയപ്പോൾ ആ സ്ത്രീയോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ തുനിഞ്ഞു. എന്താണ് ഞാൻ സംസാരിച്ചത്? ഹലോ, എക്സ്ക്യൂസ് മീ എന്ന് അദ്ദേഹം സംസാരിച്ചു. ഐ കോൾഡ്, ഞാൻ വിളിച്ചു, ഇൻ എ മ്യൂട്ടഡ് വോയിസ്, ഒരു ചെറിയ ശബ്ദത്തിൽ ഞാൻ ആ സ്ത്രീയെ വിളിച്ചു. ബെക്കണിങ് ഹെർ ഓവർ, എങ്ങനെയാ വിളിക്കുന്നത്? മാടി വിളിച്ചുകൊണ്ട്. ബെക്കണിങ് എന്ന് പറഞ്ഞാൽ കൈ നീട്ടി ഇങ്ങനെ മാടി വിളിക്കൂലേ, അങ്ങനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഹലോ എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചു, എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, അദ്ദേഹം വിളിച്ചത് കേട്ടപ്പോൾ ആ സ്ത്രീ എന്താ ചെയ്തത്? ആ സ്ത്രീയുടെ റിയാക്ഷൻ എന്തായിരുന്നു നമുക്ക് നോക്കാം. She stared at me, dropping her bundle, and took to her heels with a shriek of a German. She stared at me. She stared. ആ സ്ത്രീ സൂക്ഷിച്ചു നോക്കി, at me, എന്നെ. ഡ്രോപ്പ്ഡ്, ഇട്ടു, ഹെർ ബണ്ടിൽ, അവളുടെ മുതുകിലുണ്ടായിരുന്ന ഭാണ്ഡം താഴെ ഇട്ടു. ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ്, ഒരൊറ്റ ഓട്ടമായിരുന്നു. ടുക്ക് ടു ഹെർ ഹീൽസ് എന്ന് പറഞ്ഞാൽ ഓട്ടമായിരുന്നു. വിത്ത് എ ഷ്രീക്ക്, നിലവിളിച്ചുകൊണ്ട്. ഓഫ്, എന്ത് നിലവിളിയാണ് നിലവിളിച്ചത്? എ ജർമ്മൻ, ഒരു ജർമ്മൻകാരനിതാ, ഒരു ജർമ്മൻ പട്ടാളക്കാരനിതാ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ അവിടുന്ന് ആ ബാണ്ടൊക്കെ താഴെ ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആ സ്ത്രീ എ ജർമ്മൻ എന്ന് വിളിക്കാനുള്ള കാരണം? നമുക്കറിയാം, ഇദ്ദേഹത്തെ സഹായിച്ച ആ ജർമ്മൻ പട്ടാളക്കാരൻ ഇദ്ദേഹത്തിന് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു ജർമ്മൻ മിലിറ്ററിയുടെ ഓവർകോട്ട് ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലെ. അത് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും കാണുന്ന ആൾക്കാർ ഇദ്ദേഹം ഒരു ജർമ്മൻ പട്ടാളക്കാരനാണെന്ന് വിചാരിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ, ദ ഗാർഡ് ടേൺഡ്, സോ മീ, എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ. ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ, ദ ഗാർഡ്, അയാളുടെ ഇടതുഭാഗത്തുണ്ടായിരുന്ന ആ പട്ടാളക്കാരി ഉണ്ടല്ലോ,
ടേൺഡ് തിരിഞ്ഞു. ഈ ശബ്ദം കേട്ടിട്ട്, ഈ സ്ത്രീ നിലവിളിച്ചോടുന്ന ശബ്ദം കേട്ടിട്ട് ആ പട്ടാളക്കാരി തിരിഞ്ഞു. സോ മീ എന്നെ കണ്ടു. എയിംഡ് ചൂണ്ടി ആൻഡ് ഫയർഡ് വെടിവെച്ചു ഹെർ മെഷീൻ പിസ്റ്റൾ. ആ പട്ടാളക്കാരിയുടെ കയ്യിലുണ്ടായിരുന്ന മെഷീൻ പിസ്റ്റൾ, ചെറിയ കയ്യിൽ പിടിക്കുന്ന തോക്കുണ്ടല്ലോ, ആ തോക്ക് കൊണ്ട് ആ സ്ത്രീ വെടിവെച്ചു. ദ ബുള്ളറ്റ്സ്, ആ വെടിയുണ്ടകളുണ്ടല്ലോ, ഹിറ്റ് ദ വോൾ, ചുമരിൽ തട്ടി. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, ഒന്നും ആലോചിക്കാതെ, ഐ റഷ്ഡ് അപ്പ്, ഞാൻ ധൃതിയിൽ ഓടി, മുകളിലേക്ക് ഓടി, ദ സ്റ്റേഴ്സ്, കോണിപ്പടിയുടെ. ആൻഡ് ടുക്ക് റെഫ്യൂജ്, ഞാൻ അഭയം പ്രാപിച്ചു, ഇൻ ദി ആറ്റിക്, അട്ടത്ത് തന്നെ. അപ്പൊ ഇത്രയും നേരം ഞാൻ ഒളിച്ചിരുന്ന അട്ടത്ത് തന്നെ ഞാൻ അഭയം പ്രാപിച്ചു, ഒന്നും ആലോചിക്കാതെ തിരിഞ്ഞോടി. അപ്പൊ എന്താണ്, ആ സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ, ആ പട്ടാളക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ ജർമ്മൻ പട്ടാളക്കാരൻ നിൽക്കുന്നതായിട്ടാണ് ആ സ്ത്രീക്ക് തോന്നിയത്. ആ സ്ത്രീ ഉടനെ വെടിവെച്ചു. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തട്ടിയില്ല, അത് ചുമരിലാണ് തട്ടിയത്. ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ അദ്ദേഹം തിരിച്ച് അട്ടത്തേക്ക് തന്നെ ഓടി. Looking out of my little window, a few minutes later, I saw that the whole building was surrounded. ലുക്കിംഗ് ഔട്ട്, ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ, ഓഫ് മൈ ലിറ്റിൽ വിൻഡോ, എന്റെ കുഞ്ഞു ജനവാതിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ. അപ്പൊ അദ്ദേഹം ഒളിച്ചിരിക്കുന്ന ആ അട്ടത്ത് ചെറിയൊരു ജനവാതിലുണ്ട്, ആ ജനവാതിലൂടെ അദ്ദേഹം പുറത്തു നോക്കിയപ്പോൾ. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, അല്പസമയത്തിന് ശേഷം, അപ്പൊ മുകളിലെത്തി അല്പസമയത്തിന് ശേഷം അദ്ദേഹം ആ അട്ടത്തുള്ള ചെറിയ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പറയാണ്, ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ഐ സോ, ഞാൻ കണ്ടു. അദ്ദേഹം കണ്ടത് എന്താണ്? ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ്, ആ മുഴുവൻ ബിൽഡിങ്ങും വാസ് സറൗണ്ടഡ്, ചുറ്റപ്പെട്ടിരുന്നു, വളഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഒളിച്ചിരിക്കുന്ന ആ ബിൽഡിംഗ് മുഴുവൻ പട്ടാളക്കാർ വളഞ്ഞതായിട്ട് അദ്ദേഹം ആ ജനവാതിലൂടെ നോക്കിയപ്പോൾ കണ്ടു. ഐ ഹേർഡ്, ഞാൻ കേട്ടു, സോൾജിയേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ, പട്ടാളക്കാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടു. ആൻഡ് ദെൻ, പിന്നീട് ഞാൻ കേട്ടത് എന്താ? ദ സൗണ്ട് ഓഫ് ഷോട്ട്സ്, വെടിയൊച്ചകളുടെ ശബ്ദം ഞാൻ കേട്ടു. ആൻഡ് എക്സ്പ്ലോഡിങ് ഹാൻഡ് ഗ്രനേഡ്സ്, ഹാൻഡ് ഗ്രനേഡ്സ് കയ്യിൽ പിടിച്ച് നമ്മൾ എറിയുന്ന, ലോക്ക് വലിച്ചൂരിട്ട് നമ്മൾ പറയുന്ന ഹാൻഡ് ഗ്രനേഡ്സ് ഉണ്ടല്ലോ, അത് എക്സ്പ്ലോഡിങ്, പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടു. അപ്പോ ഇദ്ദേഹം അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ജർമ്മൻ ആണെന്ന് വിചാരിച്ചിട്ട് പുറത്തുള്ള പട്ടാളക്കാരെ ഉള്ളിലേക്ക് വെടിവെക്കുകയും ഗ്രനേഡൊക്കെ പോലെയുള്ള ബോംബുകൾ ഉള്ളിലേക്ക് എറിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ ശബ്ദം അദ്ദേഹം കേട്ടു. അദ്ദേഹം പറയാണ്, ദിസ് ടൈം, ഈ പ്രാവശ്യം, മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. മൈ സിറ്റുവേഷൻ, എന്റെ സാഹചര്യം എന്ന് പറയുന്നത് വാസ് അബ്സേർഡ്, വളരെ മോശമായിരുന്നു. മുമ്പത്തേക്കാൾ മോശമായിരുന്നു എന്റെ അവസ്ഥ ഇപ്പോ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ ഓൺ ദി വെരി വേർജ് ഓഫ് ഫ്രീഡം. അദ്ദേഹം പറയാണ്, ഐ വാസ് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നു, ടു ബി ഷോട്ട്, വെടിയേൽക്കാൻ പോവുകയായിരുന്നു, ബൈ പോളിഷ് സോൾജിയേഴ്സ്, പോളണ്ടിലെ പട്ടാളക്കാര്, അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ പട്ടാളക്കാരുടെ വെടിയേൽക്കാൻ പോവുകയായിരുന്നു അദ്ദേഹം. ഇൻ ലിബറേറ്റഡ് വാർസോ, അതും സ്വതന്ത്രമാക്കപ്പെട്ട വാർസോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ വെച്ച്. ഓൺ ദി വെരി വേർജ് ഓഫ് ഫ്രീഡം, വെരി വേർജ്, അവസാന ഘട്ടത്തിൽ, ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ. അപ്പൊ ഇത്രയും 6 വർഷമായി നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം അവസാനമായിട്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ്. ആ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമാക്കപ്പെട്ട സ്വന്തം നാട്ടിൽ വെച്ചിട്ട് സ്വന്തം പട്ടാളത്തിന്റെ വെടിയേൽക്കാൻ പോവുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇപ്രാവശ്യം അദ്ദേഹത്തിന് വളരെ മോശം സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫീവറിഷലി, പരിഭ്രമിച്ചുകൊണ്ട്, അല്പം പേടിയോടെ, ഐ ബിഗാൻ ടു വണ്ടർ, ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ്, അവരെ എങ്ങനെ ബോധ്യപ്പെടുത്താമെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ദാറ്റ്, എന്താണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്? ദാറ്റ് ഐ വാസ് പോളിഷ്, ഞാനൊരു പോളണ്ടുകാരനാണ് എന്ന് ഈ പട്ടാളക്കാരെ എങ്ങനെ ബോധ്യപ്പെടുത്താമെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ബിഫോർ, മുമ്പായിട്ട്, എന്തിനു മുമ്പ് അവരെ ബോധ്യപ്പെടുത്തണം? ദേ ഡിസ്പാച്ച്ഡ് മീ, അവരെന്നെ പറഞ്ഞയക്കുന്നതിന് മുമ്പ്, ടു ദി നെക്സ്റ്റ് വേൾഡ്, അടുത്ത ലോകത്തേക്ക്, ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്, ഒളിച്ചിരിക്കുന്ന ഒരു ജർമ്മൻ എന്ന നിലയിൽ എന്നെ വെടിവെച്ചുകൊണ്ട്, എന്നെ വധിച്ചുകൊണ്ട് അടുത്ത ലോകത്തേക്ക് അവരെന്നെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവരെ എങ്ങനെ ഞാനൊരു പോളണ്ടുകാരനാണെന്ന് പറഞ്ഞു മനസ്സിലാക്കും എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. I began coming down the stairs, shouting as loud as I could, "Don't shoot," in Polish. I began, ഞാൻ തുടങ്ങി. എന്തിനാ തുടങ്ങിയത്? കമ്മിങ് ഡൗൺ, താഴേക്ക് വരാൻ തുടങ്ങി, ദ സ്റ്റേഴ്സ്, ആ കോണിപ്പടിയിലൂടെ. ഷൗട്ടിങ്, നിലവിളിച്ചുകൊണ്ട്, ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, ആസ് ലൗഡ്, വളരെ ഉച്ചത്തിൽ, ആസ് ഐ കുഡ്, എനിക്ക് കഴിയുന്നത്ര. എന്താണ് ഞാൻ വിളിച്ചു പറഞ്ഞത്? ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. ഡോണ്ട് ഷൂട്ട്, വെടിവെക്കരുത്, ഐ ആം പോളിഷ്, ഞാൻ പോളണ്ടുകാരനാണ്. അപ്പോ താഴേക്ക് അദ്ദേഹം ഇറങ്ങി വരികയാണ്. വെടിവെക്കരുത്, ഞാനൊരു പോളണ്ടുകാരനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം താഴേക്ക് വന്നത്. വെരി സൂൺ, വളരെ ഉടനെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, ഐ ഹേർഡ്, ഞാൻ കേട്ടു, സ്വിഫ്റ്റ് ഫുൾ സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദ സ്റ്റേഴ്സ്. സ്വിഫ്റ്റ്, വേഗത്തിലുള്ള, ഫുൾ സ്റ്റെപ്സ്, കാലൊച്ചകൾ ഞാൻ കേട്ടു. ക്ലൈംബിംഗ് ദ സ്റ്റേഴ്സ്, ആ കോണിപ്പടി കയറുന്ന കാലൊച്ചകൾ ഞാൻ കേട്ടു. അപ്പൊ അദ്ദേഹം ഇറങ്ങി വരുന്നതോടൊപ്പം തന്നെ താഴെ നിന്ന് പട്ടാളക്കാർ മുകളിലോട്ട് കയറി വരുന്ന കാലൊച്ചകളുടെ ശബ്ദവും അദ്ദേഹം കേട്ടു. The figure of a young officer in Polish uniform with an eagle in his cap came into view.
എന്താണ് അദ്ദേഹം പറയുന്നത്? ദ ഫിഗർ, ഒരു രൂപം, ഓഫ് എ യങ് ഓഫീസർ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരന്റെ രൂപം, ഇൻ പോളിഷ് യൂണിഫോം, പോളിഷ് യൂണിഫോം ഒക്കെ ധരിച്ചിട്ടുള്ള, വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്, അദ്ദേഹത്തിന്റെ ക്യാപ്പിൽ ഈഗിൾ ഉണ്ടായിരുന്നു, ഒരു പരുന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്പിൽ, തൊപ്പിയിൽ പരുന്തിന്റെ ചിത്രമുള്ള, അതിന്റെ എംബ്ലം ഉള്ള, രൂപമുള്ള ഒരു പോളിഷ് യൂണിഫോം ധരിച്ച ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടാളക്കാരന്റെ രൂപം കെയിം ഇൻ ടു വ്യൂ, എന്റെ കാഴ്ചയിലെത്തി, അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഹി പോയിന്റഡ്, അദ്ദേഹം ചൂണ്ടി, എ പിസ്റ്റൾ, ഒരു തോക്ക് ചൂണ്ടി, അറ്റ് മീ, എന്റെ നേരെ, ആൻഡ് ഷൗട്ടഡ്, അദ്ദേഹം ഷൗട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ഹാൻഡ്സ് അപ്പ്, കൈ ഉയർത്തുവെന്ന് ആ പട്ടാളക്കാരൻ എന്നോട് തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോൺ ഷൂട്ട് ഐ എം പോളിഷ്. ഐ റിപ്പീറ്റഡ്, ഞാൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, മൈ ക്രൈ, എന്റെ നിലവിളിക്കല്, ഓഫ്, എന്താണ് ഞാൻ നിലവിളിച്ചു കൊണ്ടേയിരുന്നത്? ഡോൺ ഷൂട്ട് ഐ എം പോളിഷ്, ദയവായി വെടിവെക്കരുത്, ഐ ആം പോളിഷ്, ഞാൻ പോളണ്ടുകാരനാണ് എന്ന് ഞാൻ നിലവിളിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ദ ലെഫ്റ്റനന്റ്, ആ ലെഫ്റ്റനന്റ് ആയിട്ടുള്ള പട്ടാളക്കാരനുണ്ടല്ലോ, ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ ഒരു റാങ്കാണ്, മേജർ, കേണൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ ആ വന്ന യങ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ലെഫ്റ്റനന്റ് ആയിരുന്നു. അദ്ദേഹം വെന്റ് റെഡ് വിത്ത് ഫ്യൂരി, എന്താണ് വെന്റ് റെഡ്? അദ്ദേഹം ആകെ ചുവന്നു തുടുത്തു, വിത്ത് ഫ്യൂരി, ദേഷ്യം കാരണമായിട്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യം കൊണ്ട് ആകെ ചുവപ്പ് വന്നു, അതായത് ചുവന്നു തുടുത്തു. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോൺ യു കം ഡൗൺ, അദ്ദേഹം ചോദിക്കാണ്. ദെൻ, അങ്ങനെയാണെങ്കിൽ, വൈ, എന്തുകൊണ്ട്, ഇൻ ഗോഡ്സ് നെയിം, ദൈവത്തിന്റെ നാമത്തിൽ, ഡോണ്ട് യു കം ഡൗൺ, നിനക്ക് താഴെ വന്നുകൂടാ? അപ്പൊ പട്ടാളക്കാരൻ ദേഷ്യത്തോടു കൂടി ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ നീ ഒരു പോളണ്ടുകാരനാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ദൈവത്തിന്റെ നാമത്തിൽ താഴേക്ക് വന്നുകൂടാ എന്ന് അദ്ദേഹം ചോദിക്കാണ്. അതായത് താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഹി റോഡ്, അദ്ദേഹം ഗർജിച്ചു, ഗർജിക്കുന്നു പറഞ്ഞാൽ ആക്രോശിച്ചുകൊണ്ട് വലിയ ശബ്ദത്തിൽ പറഞ്ഞു. ആൻഡ് അദ്ദേഹം വീണ്ടും ചോദിക്കണം പട്ടാളക്കാരൻ, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? ഇൻ ദി ജർമ്മൻ കോട്ട്, ഈ ജർമ്മൻ മിലിറ്ററിയുടെ കോട്ട് ധരിച്ചുകൊണ്ട് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ആ പട്ടാളക്കാരൻ നമ്മുടെ സ്പിൽമാനോട് ചോദിച്ചു. ഓൺലി വെൻ, അപ്പോഴാണ്, എപ്പോ, ദ സോൾജേഴ്സ് ഹാഡ് ടേക്കൻ എ ക്ലോസർ ലുക്ക്, ആ പട്ടാളക്കാർ സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം, അതായത് ടേക്കൻ എ ക്ലോസർ ലുക്ക് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കുക, അറ്റ് മീ, എന്നെ, ആൻഡ് റിവ്യൂഡ്, അവർ റിവ്യൂ ചെയ്തു, പരിശോധിച്ചു, അവര് വിലയിരുത്തി, ദ സിറ്റുവേഷൻ, എന്റെ സാഹചര്യം. ഡിഡ്, അപ്പോഴാണ്, ഡിഡ് ദേ റിയലി ബിലീവ്, അവർ ശരിക്കും വിശ്വസിച്ചത്, ഐ വാസ് നോട്ട് ജർമ്മൻ, ഞാനൊരു ജർമ്മൻ അല്ല എന്ന്. അപ്പൊ അത് അവരെന്നെ സൂക്ഷിച്ചു നോക്കുകയും പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാനൊരു ജർമ്മൻ അല്ല എന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത്. ദെൻ, പിന്നീട്, ദേ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു, ടു ടേക്ക് മീ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടാണ് അവരെന്നെ കൊണ്ടുപോകുന്നത്? ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, അവരുടെ പ്രധാന കേന്ദ്രത്തിലേക്ക് അവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. സോ ദാറ്റ്, അങ്ങനെ ആവുമ്പോൾ, ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ, ഐ കുഡ്, എനിക്ക് കഴിയുമായിരുന്നു, വാഷ്, ഒന്ന് കുളിക്കാൻ, ശരീരം കഴുകാൻ, ആൻഡ് ഹാവ് എ മീൽ, ഭക്ഷണം കഴിക്കാനും സാധിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭക്ഷണം നൽകാനും എനിക്ക് വൃത്തിയാവാനും വേണ്ടിയിട്ട് ആ പട്ടാളക്കാർ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആഫ്റ്റർ 2 വീക്സ്, രണ്ടാഴ്ചകൾക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ, നല്ല പരിപാലനത്തിന് ശേഷം, നല്ല കെയർ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്, ബൈ ദി മിലിറ്ററി, ആ പട്ടാളക്കാരാൽ. അപ്പൊ അദ്ദേഹത്തെ പട്ടാളക്കാർ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? പരിചരിച്ചിട്ടുണ്ട്. ഐ വോക്ക്ഡ് ത്രൂ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഐ വോക്ക്ഡ് ത്രൂ, ഞാൻ നടന്നു, ദ സ്ട്രീറ്റ്സ്, ആ തെരുവിലൂടെ ഞാൻ നടന്നു, ഓഫ് വാർസോ, വാർസോ എന്ന് പറയുന്ന ആ പട്ടണത്തിന്റെ തെരുവിലൂടെ ഞാൻ നടന്നു, വിത്തൗട്ട് ഫിയർ, ഒരു പേടിയുമില്ലാതെ, എ ഫ്രീ മാൻ, സ്വതന്ത്രനായ ഒരു മനുഷ്യനായിക്കൊണ്ട്, ഫോർ ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്, ഇൻ ഓൾമോസ്റ്റ് 6 years, കഴിഞ്ഞ 6 വർഷത്തിൽ. അപ്പോൾ 6 വർഷമായിട്ട് യുദ്ധം നടക്കുകയാണ്. ഈ 6 വർഷത്തിൽ അദ്ദേഹത്തിന് പേടിയില്ലാതെ സ്വതന്ത്രനായിട്ട് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്വതന്ത്രനായിട്ട്, ഒരു പേടിയില്ലാതെ വാർസോ എന്ന് പറയുന്ന ആ പട്ടണത്തിന്റെ തെരുവിലൂടെ അദ്ദേഹം നടന്നു. ഐ ലുക്ക്ഡ് ഓവർ, ഞാൻ നോക്കി, ടു ദി നോർത്ത്, വടക്ക് ഭാഗത്തേക്ക്, ഓഫ് ദ സിറ്റി, ആ പട്ടണത്തിന്റെ, വേർ ദ ഗെട്ടോ ഹാഡ് ബീൻ, അവിടെയായിരുന്നു ഗെട്ടോ ഉണ്ടായിരുന്നത്. എന്താണ് ഗെട്ടോ എന്ന് പറഞ്ഞാല്? പാവങ്ങളായിട്ടുള്ള ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലത്തെ നമ്മൾ സാധാരണയായിട്ട് ഗെട്ടോ എന്ന് പറയാം. ഇവിടെ അങ്ങനെയുള്ള ആൾക്കാർ ജൂതന്മാരായിരുന്നു. അപ്പൊ ജൂതന്മാര് മാത്രം താമസിക്കുന്ന ആ സ്ഥലം, അതിനെയാണ് ഇവിടെ ഗെട്ടോ എന്ന് പറയുന്നത്. അങ്ങോട്ട് ഞാനൊന്ന് നോക്കി, വേർ, അവിടെയായിരുന്നു, 500,000 Jews, 5 ലക്ഷത്തോളം വരുന്ന ജൂതന്മാര്. ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി, എ മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം. അപ്പൊ 5 ലക്ഷത്തോളം വരുന്ന ജൂതന്മാര്, ഹാഡ് ബീൻ മേർഡേഡ്, കൊല ചെയ്യപ്പെട്ടത്. അപ്പോ 5 ലക്ഷത്തോളം വരുന്ന ജൂതന്മാര് കൊല ചെയ്യപ്പെട്ടോ ആ ഗെട്ടോ സ്ഥിതി ചെയ്യുന്ന ആ സിറ്റിയുടെ, ആ പട്ടണത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് ഞാനൊന്ന് നോക്കി. ദർ വാസ് നത്തിങ് ലെഫ്റ്റ് ഓഫ് ഇറ്റ്, ദർ വാസ് നത്തിങ്, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ലെഫ്റ്റ് ഓഫ് ഇറ്റ്, ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാം തകർന്നു പോയിരുന്നു. ടുമോറോ, നാളെ, ഐ മസ്റ്റ് ബിഗിൻ, ഞാൻ തുടങ്ങണം, എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം. അപ്പൊ നാളെ മുതൽ എനിക്കൊരു പുതിയ ജീവിതമാണ്. വിത്ത് നത്തിങ്, ഒന്നുമില്ലാതെ, എൻ്റെ കയ്യിൽ ജീവിക്കാൻ ഇനി ഒന്നുമില്ല, കുടുംബമോ വീടോ ഒന്നുമില്ല. പക്ഷെ എന്ത് മാത്രമാണുള്ളത്?
ഡെത്ത്സ് ബിഹൈൻഡ് മീ, എൻ്റെ പിന്നിൽ, ബിഹൈൻഡ് മീ എൻ്റെ പിന്നിൽ, ഡെത്ത്സ് മരണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ കൂടെ ഫാമിലിയോ വീടോ ഒന്നുമില്ല, അദ്ദേഹത്തിന് ആരുമില്ല, ഒന്നുമില്ല. നാളെ മുതൽ പുതിയൊരു ജീവിതം നയിക്കണം. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ മരണം മാത്രമായിരുന്നു. ഐ വെന്റ് ഓൺ മൈ വേ, ഐ വെന്റ് ഓൺ ഞാൻ തുടർന്നു, മൈ വേ എന്റെ വഴി ഞാൻ തുടർന്നു. അദ്ദേഹത്തിന്റെ വഴി തുടർന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ തെരുവിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മെമ്മോയർ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അഡാപ്റ്റഡ് ഫ്രം ദി പിയാനിസ്റ്റ്, അദ്ദേഹത്തിന്റെ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും ചെറുതായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും മുറിച്ചെടുത്തൊരു ചെറിയ ഭാഗമാണ് ഈ ഒരു ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ഈ ചെറിയ കഥ. ഇതിന്റെ താഴെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രീൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. വിൽം ഹസൻഫെൽറ്റ്, ദ സോൾജിയർ ഹു സേവ്ഡ് വ്ലാഡിസ്ലോ സ്പിൽമാൻ. എന്താണ് വിം ഹസൻഫെൽറ്റ് ദ സോൾജിയർ? വിം ഹസൻഫെൽറ്റ് എന്നായിരുന്നു ആ പട്ടാളക്കാരന്റെ പേര്. ഏത് പട്ടാളക്കാരനാണ്? ഹു സേവ്ഡ് വ്ലാഡിസ്ലാവ് സ്പിൽമാൻ. നമ്മൾ വ്ലാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറയുന്ന ഈ ഒളിച്ചിരുന്ന പോളണ്ടിലെ ജൂതനായിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തെ സംരക്ഷിച്ച, അദ്ദേഹത്തെ രക്ഷിച്ച ആ പട്ടാളക്കാരൻ, ജർമ്മൻ പട്ടാളക്കാരന്റെ പേര് വിൽം ഹസൻഫെൽറ്റ് എന്നായിരുന്നു. ഓൾസോ സേവ്ഡ്, അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മെനി അതർ ഇൻഡിവിജ്വൽസ്, മറ്റൊരുപാട് ആൾക്കാരെയും അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്പിൽമാനെ പോലെ തന്നെ മറ്റൊരുപാട് ആൾക്കാരെയും അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഹി വാസ് ക്യാപ്ചേർഡ്, അദ്ദേഹം പിടിക്കപ്പെട്ടു. ബൈ ദി റെഡ് ആർമി, റെഡ് ആർമിയാൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. റെഡ് ആർമി അദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി വാർ, ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ. നമുക്കറിയാം ഈ വാർസോ വിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോവാണ്. ആ പോകുന്ന സമയത്ത് സ്പിൽമാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് ദൂരമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്റെ പേര് നിങ്ങൾ ഓർക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ അദ്ദേഹം ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ റെഡ് ആർമി അദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്. ഹി കുഡ് നോട്ട് കോണ്ടാക്ട് സ്പിൽമാൻ, ഹി കുഡ് നോട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കോണ്ടാക്ട് ചെയ്യാൻ, ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സ്പിൽമാൻ, നമ്മുടെ സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആൻഡ് ഡൈഡ്, അദ്ദേഹം മരിച്ചു ഇൻ എ സോവിയറ്റ് പ്രിസൺ ഇൻ 1952, 1952 സോവിയറ്റ് പ്രിസൺ, സോവിയറ്റ് യൂണിയന്റെ ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ചെറിയ ഒരു സാധ്യതയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 1952 അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. അതോടുകൂടി ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഭാഗം അവസാനിച്ചു.